Convert binary number to decimal number. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഡെസിമൽ നമ്പർ, ബൈനറി നമ്പർ, ഒക്ടൽ നമ്പർ, ഹെക്സാഡെസിമൽ നമ്പർ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ബൈനറി നമ്പറിനെയും ഡെസിമൽ നമ്പറിനെയും ഹെക്സാഡെസിമൽ നമ്പറിനെയും ഒക്ടൽ നമ്പറിനെയും കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് പഠിച്ചത്. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സുകളാണ്. അതായത് പോയിൻ്റുള്ള ബൈനറി നമ്പറുകൾ, അതേപോലെ ഹെക്സാഡെസിമൽ നമ്പറുകൾ, ഒക്ടൽ നമ്പറുകൾ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിനെ ഡെസിമൽ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, 1011.101 ബേസ് 2. ഈ തന്നിരിക്കുന്ന സംഖ്യയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ രണ്ട് പാർട്ടായിട്ട് മാറ്റാം. പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡും പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡും. ആദ്യം നമുക്ക് പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡ് വാല്യൂ എടുക്കാം. 1011 ബേസ് 2. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ ഓരോ ഡിജിറ്റിനെയും 2 കൊണ്ട് ഗുണിക്കണം. ആദ്യം 1 × 2 പ്ലസ് 0 × 2 പ്ലസ് 1 × 2 പ്ലസ് 1 × 2. ഇനിയും ചെയ്യേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പവർ വാല്യൂ കൊടുക്കണം. 2വിനാണ് പവർ വാല്യൂ കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3. ഇനി നമുക്കത് വാല്യൂസ് ഓരോന്നിൻ്റെ എഴുതാം. 1 × 8 പ്ലസ് 0 × 4 പ്ലസ് 1 × 2 പ്ലസ് 1 × 1. അതായത് 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. ഇനിയും 1 × 8 8 പ്ലസ് 0 × 4 0 പ്ലസ് 1 × 2 2 പ്ലസ് 1 × 1 1. 8 പ്ലസ് 0 പ്ലസ് 2 പ്ലസ് 1 = 11 ബേസ് 10. അത് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് പോയിൻറ്റിന് റൈറ്റ് സൈഡുള്ള സെക്ഷൻ നമുക്ക് ചെയ്യാം. 0.101 ബേസ് 2. 0.101 base 2 equal to 1 × 2 plus 0 × 2 plus 1 × 2. ഇനി നമുക്ക് പവർ വാല്യൂ കൊടുക്കണം. ഇനി പവർ വാല്യൂ കൊടുക്കുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് കൊടുക്കേണ്ടത്. മൈനസ് വാല്യൂ ആയിരിക്കണം കൊടുക്കേണ്ടത്. പവർ വാല്യൂ പോയിൻറ്റിന് ശേഷമായതുകൊണ്ട് -1 -2 -3. × 1/2. അതായത് പവർ വാല്യൂ മൈനസ് ആണെങ്കിൽ 1/, ആണ് എഴുതേണ്ടത്. 1/2 പ്ലസ് 0 × 1/2² പ്ലസ് 1 × 1/2⁻3. ഈ 1 × 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. പ്ലസ് 0 × 1/4 എന്ന് പറയുന്നത് 0 പ്ലസ് 1 × 1/8. 0.5 പ്ലസ് 0 × 1/4 0 പ്ലസ് 1 × 1/8 0.125 0.125. ഇനി 3 വാല്യൂം കൂടി കൂട്ടണം. അപ്പോൾ കിട്ടുന്നത് 0.625 0.625 ബേസ് 10. അപ്പോൾ ഈ രണ്ട് പാർട്ടും കിട്ടി. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കിട്ടി. രണ്ടും കൂടി
ചേർത്ത് വെച്ചാൽ മതി, കൂട്ടി എഴുതിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ 1011.1011.101 base 2 equal to 11.625 base 10. ഇനി നമുക്ക് ഒരു ഹോംവർക്ക് ചെയ്യാം. ഹോംവർക്ക് .1111.11 base 2 equal to 15.75 base 10. നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഇത് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. കൺവേർട്ട് ഒക്ടൽ നമ്പർ ടു ഡെസിമൽ നമ്പർ. ഇനി നമുക്ക് ഒരു ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ഒക്ടൽ നമ്പർ ടു ഡെസിമൽ നമ്പർ. ഇതും പോയിൻ്റുള്ള സംഖ്യയാണ്. അപ്പോൾ രണ്ട് സൈഡും എടുക്കുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെപ്പറേറ്റ് കണ്ട് ആഡ് ചെയ്താൽ മതി. 241.614 base 8. ഇനി 241ൻ്റെ വാല്യൂ കാണാം നമുക്ക്. 241 base 8 equal to 2 into 8. നേരത്തെ 2 കൊണ്ടാണ് കൂടിച്ചത്, ഒക്ടൽ ആയതുകൊണ്ട് 8. 4 into 8 plus 1 into 8. ഇനി പവർ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുക്കുക. 0 1 2. 2 into 64 plus 4 into 8 plus 1 into 1. 8 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. 2 into 128 128 plus 32 plus 1 equal to 161 base 10. ഫസ്റ്റ് പാർട്ട് കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട്. .614 base 8. .614 base 8 equal to 6 into 8 plus 1 into 8 plus 4 into 8. ഇനി പവർ വാല്യൂ കൊടുക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. പവർ വാല്യൂ മൈനസ് കൊടുക്കണം. -1 -2 -3. 6 into 1/8 plus 1 into 1/8 square plus 4 into 1/8 cube. 6/8 plus 1/64 plus 4/512 512. .75 plus .015625 plus .007812 equal to .77
343 ബേസ് 10. ഇപ്പോൾ 2 സെക്ഷൻ കിട്ടി. ഇനി രണ്ടും കൂടി കൂട്ടിച്ചേർക്കാം. 241.614 base 8 equal to 161.77343 base 10. ഇനി ഒരു ഹോംവർക്ക് നമുക്ക് ചെയ്യാം. 24 point homework. 24.26 base 8. 26 base 8 equal to 20.34375. 34375 base 5 base 10. Convert hexadecimal number to decimal number. നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഒരു ബൈനറി നമ്പർ തന്നാൽ അതിൻ്റെ ഡെസിമൽ കിട്ടി, അതേപോലെ ഒരു ഒക്ടൽ നമ്പർ തന്നാൽ അതിൻ്റെ ഡെസിമൽ കിട്ടി. ഇനി ചെയ്യേണ്ടത് കൺവേർട്ട് ഹെക്സാഡെസിമൽ നമ്പർ ടു ഡെസിമൽ നമ്പർ. ക്വസ്റ്റ്യൻ 2A6.4C ബേസ് 16. നേരത്തെ ചെയ്ത പോലെ തന്നെ പോയിൻറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ സെക്ഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 2A6 ബേസ് 16 ഈക്വൽ ടു 2 ഇൻറ്റു 16 പ്ലസ് A ഇൻറ്റു 16 പ്ലസ് 6 ഇൻറ്റു 16. ഇനി പവർ വാല്യൂ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുക്കുക. 16 ആണ് പവർ വാല്യൂ കൊടുക്കേണ്ടത്. 16 raised 0, 16 raised 1, 16 raised 2. 2 ഇൻറ്റു 256 256 പ്ലസ് എയുടെ വാല്യൂ 10 ആണ്, ഡെസിമൽ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. 10 ഇൻറ്റു 16 പ്ലസ് 6 ഇൻറ്റു 1, 16 raised 0 ഈക്വൽ ടു 1 ആണ്. 512 പ്ലസ് 160 പ്ലസ് 6 ഈക്വൽ ടു 678 ബേസ് 10. 678 ബേസ് 10 ആണ് കിട്ടിയിരിക്കുന്ന ആൻസർ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി 0.4Cയുടെ ആൻസർ കണ്ടുപിടിക്കണം. പോയിൻറ്റിന് ശേഷം റൈറ്റ് സൈഡ് 0.4C ബേസ് 16 ഈക്വൽ ടു 4 ഇൻറ്റു 16 പ്ലസ് C ഇൻറ്റു 16. ഇനി 16 പവർ വാല്യൂ കൊടുക്കുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വാല്യൂ -1 -2. 4 ഇൻറ്റു 1/16 പ്ലസ് സിയുടെ ഡെസിമൽ വാല്യൂ വരണം. എയുടെ 10, ബിയുടെ 11, സിയുടെ 12. 12 ഇൻറ്റു 1/16 സ്ക്വയർ 16 സ്ക്വയർ ഈക്വൽ ടു 4/16 പ്ലസ് 12/256 ഈക്വൽ ടു 4/16ൻ്റെ ആൻസർ 0.25 പ്ലസ് 0.046873 0.046873 ഈക്വൽ ടു 0.2968 ബേസ് 10. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ 241.614 2A6.4C ഈക്വൽ ടു 2A6.4C ബേസ് 16
equal to 678.2968 ബേസ് 10. ഇനി നമുക്കൊരു ഹോംവർക്ക് ചെയ്യാം. Sorry. 2D point 1e base 16 equal to 45.11718 base 10.